ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. +2 കുട്ടികൾ 45 ദിവസം കൊണ്ട് +2-ലെ നിങ്ങളെ കംപ്ലീറ്റ് വിഷയങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് +2 കുട്ടികൾ ഇനി പഠിക്കേണ്ടത് വിത്ത് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾക്ക് +2-ലെ 3 സബ്ജക്റ്റുകളോളം മാക്സിമം ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നമുക്ക് 45 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസം എന്ന് മാക്സിമം പിടിച്ചോ, ഈ 50 ദിവസത്തിൽ നമുക്ക് എങ്ങനെ +2-നെ കൈയടക്കാം? അതെ, എല്ലാ രീതിയിലും എങ്ങനെ കീഴടക്കി നമുക്ക് പഠിക്കാം നോക്കാം. ഓക്കെ, ആ ഒരു വീഡിയോ ആണിത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാനായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ജനുവരി 5 ആണ്. ജനുവരിയിൽ നമുക്ക് മാക്സിമം ഒരു 25 ഡേയ്സേ ഉള്ളൂ. ഫെബ്രുവരിയിൽ നമുക്കൊരു 28 ഡേയ്സേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 48 വേണമെങ്കിൽ പറയാം, 45+ എന്ന് വേണമെങ്കിൽ പറയാം ഇനി. കാരണം ഡേയ്സ് എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ട് കുറഞ്ഞു വരികയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ തലയിലുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വിത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പ്രൊജക്റ്റ് സബ്മിഷൻ, അസൈൻമെൻറ്റ്, മാർക്കുകളുടെ പബ്ലിക്കേഷൻസ് എല്ലാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ തലയിലുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ 6 വിഷയം സ്മൂത്തായി പഠിക്കും, ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ളതെല്ലാം മറന്നു പോയിട്ടുള്ള കുട്ടികൾ വരെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന്. നമുക്ക് എബൌട്ട് 60 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എക്സാം ഡേയ്സും കൂടിയാണ്. 6 സബ്ജക്റ്റ് ഉണ്ട് പ്ലസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് 3 സബ്ജക്റ്റ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർ 9 വിഷയം പഠിക്കണം. 2 സബ്ജക്റ്റ് എഴുതുന്നവർ 8 സബ്ജക്റ്റ് പഠിക്കണം. 1 വിഷയം എഴുതുന്നവർ 7 സബ്ജക്റ്റ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാതെ +2 നന്നായി പഠിക്കണം എന്നുള്ളവർ 6 സബ്ജക്റ്റ് പഠിക്കണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എബൌട്ട് 45 ഡേയ്സ് മാത്രമാണ്. നിങ്ങൾ നോക്കി, 45 ദിവസം. ഇനി ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ 2 months. ആഫ്റ്റർ 2 months വി ഹാവ് എ പബ്ലിക് എക്സാമിനേഷൻ. ഇതിലെ മിസ് പറയുന്ന ഒരു ഓർഡറിൽ നിങ്ങൾ പോവാം. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 2 സബ്ജക്റ്റുകൾ +2-ലെ അക്കൗണ്ടൻസിയും എക്കണോമിക്സും. ഇനി ആരെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് 3 നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അതായത് അക്കൗണ്ടൻസിയും എക്കണോമിക്സും പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ 2ലും നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർവുകൾ വരുന്നുണ്ട്, തിയറീസ് വരുന്നുണ്ട്. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അക്കൗണ്ടൻസിയും എക്കണോമിക്സും. +1-ൽ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അക്കൗണ്ടൻസി +1 നന്നായി പഠിക്കുക. കാരണം 80-ൽ 80 കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആണ് +2-നെ സംബന്ധിച്ച്. കാരണം +2-ലെ അക്കൗണ്ടൻസി വളരെ ബുദ്ധിമുട്ടാണ്. +2-ലെ എക്കണോമിക്സ് ഒരു നാക്ക് പോലെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, എന്നാൽ കുറച്ച് മനസ്സിലാക്കാൻ കൂടിയുണ്ട്. ഈ 3 വിഷയങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞ് ഒരു 75% എങ്കിലും ഓക്കെ ആക്കി വെക്കണം നിങ്ങൾ ഫസ്റ്റ് മന്തായ ജനുവരി മന്തിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെല്ലാം 75%ഓളം ഓക്കെ ആയിരിക്കണം. എങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി ആശ്വാസമാണ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ ഉണ്ട്, എല്ലാ പാഠങ്ങളും ഉണ്ട്. സ്കിപ്പിംഗ് പോർഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇതുവരെ നമുക്ക് സ്കിപ്പിംഗ് പോർഷൻസോ അതുപോലെ തന്നെ ഡിലീറ്റഡ് പോർഷൻസോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്കത് ഒരു ചിലപ്പോൾ മോഡൽ എക്സാമോട് കൂടി മേ ബി വരാം. ഓക്കെ, ഇനി ഇതിലെ അക്കൗണ്ടൻസിയുടെ കൂടെ AFS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. AFSലെ പ്രോബ്ലംസ് മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ട ഈ സബ്ജക്റ്റാണ്. പിന്നീട് തിയറി ബേസ് ആയ ബിസിനസ്സും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇതില് സ്റ്റാറ്റി എടുത്ത കുട്ടികൾ ഉണ്ടാവാം, പൊളിറ്റിക്സ് എടുത്തുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മാത്സ് എടുത്തുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം. മാത്സും സ്റ്റാറ്റിസ്റ്റിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തിന്റെ കൂടെ ആ സബ്ജക്റ്റിന്റെ കൂടെ കാണാം. പൊളിറ്റിക്സ് എടുത്തവർ എന്ത് ചെയ്യാം, ബിസിനസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതിൻ്റെ ഒക്കെ ഒരൊപ്പം കാണാം. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് തിയറി സബ്ജക്റ്റുകളായ ബിസിനസ്സും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനാണ്. ഇവിടെ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത് വെയിറ്റേജ് ഒരുപാടുള്ള ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പഠിക്കേണ്ടത്. വെയിറ്റേജ് ഒരുപാടെന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് 6th ചാപ്റ്റർ, അതുപോലെ 11th ചാപ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ 7th ചാപ്റ്റർ ഒക്കെ വളരെയധികം വലിയ പാഠമാണ്. അത്യാവശ്യം ടോപ്പിക്കും ഉണ്ട്. essay ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എക്സാം പാറ്റേൺ ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററും കൂടി മുന്നിൽ കൊണ്ടുപോകണം. അതിനാദ്യം നമ്മൾ വലിയ പാഠങ്ങളെ ഇമ്പോർട്ടന്റ് വയസ്സായിട്ട് 8 മാർക്കിന്റെ വയസ്സായുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് കവർ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ തന്നെ നമുക്കൊരു 6 വിഷയമായി. ഇനി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 2 സബ്ജക്റ്റുകളാണ് ലാംഗ്വേജുകൾ, ഇംഗ്ലീഷും മലയാളം. ഇത് നിങ്ങൾ ഒരിക്കലും ഇപ്പം പഠിക്കണം, ഇപ്പം കാണാപ്പാഠം പഠിക്കണം ഒരിക്കലും മിസ് പറയില്ല. കാരണം എക്സാമിനോടനുബന്ധിച്ച് ഒരു 1 വീക്ക് എടുത്താൽ മതി. മലയാളം ഹിന്ദിയൊക്കെ ധാരാളമാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ ജനുവരി മാസത്തിൽ ഫെബ്രുവരിയുടെ തുടക്കമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി കാണാതെ എഴുതാനും അതിൻ്റെ ഫോർമാറ്റുകൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പം നമുക്ക് റിലാക്സേഷൻ ആയിട്ട് വേണമെങ്കിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളായിട്ട് ഇംഗ്ലീഷിനെയും മലയാളത്തിനെയും നമുക്ക് കാണാം. മെയിൻ കോർ സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ റിലാക്സേഷനുള്ള 2 സബ്ജക്റ്റുകളായിട്ട് നമുക്ക് ലാംഗ്വേജസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് 3ആണ് നമ്മുടെ +2-ലെ 6 വിഷയങ്ങളുടെ ഓർഡർ. ഇനി ഇംപ്രൂവ്മെന്റ് ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ആദ്യം അക്കൗണ്ടൻസി ചെയ്യുന്നവരാണ് എങ്കിൽ ഫസ്റ്റ് തന്നെ ജനുവരി മാസത്തിൽ തന്നെ അക്കൗണ്ടൻസി നിങ്ങൾ പഠിച്ചു തീർക്കാം. ഇതിലെ +1-ലെ എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടും ഒരറിവില്ലാത്തവർ ഇപ്പോൾ +2-ൽ കടന്ന അക്കൗണ്ടൻസി +1-ലെ കംപ്ലീറ്റ് കയ്യിൽ പോയ കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ മിസ് ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജനുവരി 10-ാം തീയതി മുതൽ ഫെബ്രുവരി 10-ാം തീയതി വരെ നമ്മൾ ആ ക്ലാസ് കൊടുക്കുന്നുള്ളൂ. ഫെബ്രുവരി 10 ഒരു 30 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് പോലെ അക്കൗണ്ടൻസി സ്പെഷ്യൽ ഫോർ ഇംപ്രൂവ്മെന്റ് ഓൺലി. വേണമെങ്കിൽ +1 കുട്ടികൾക്കും അതിൽ ജോയിൻ്റ് ആവാം. അവർക്ക് അവരുടെ അക്കൗണ്ടൻസിയുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ്റ് ആവാം. ഒരു വിഷയമില്ല, നിങ്ങളുടെ എല്ലാ പാഠങ്ങളും കവർ ചെയ്യും. എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസുകളും തിയറീസും പഠിക്കേണ്ടതൊക്കെ മിസ് അതിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് നമ്മുടെ സയൻസ് ബാച്ചിൽ മിസ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 30 ഡേയ്സിലെ അക്കൗണ്ടൻസിയുടെ ക്ലാസ് വേണം മിസ്. നമുക്ക് എന്താണ് കഴിഞ്ഞ അക്കൗണ്ടൻസിയുടെ എല്ലാ ചാപ്റ്റേഴ്സുകളും ഒന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ പറഞ്ഞു തരണം എന്നുള്ളവരുണ്ട് എങ്കിൽ മിസ്സിനൊന്ന് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ മിസ് പറയുന്നുണ്ട്. ഓക്കെ, അക്കൗണ്ടൻസിനെ കുറിച്ച് നിങ്ങളപ്പോൾ ടെൻഷൻ ആവേ വേണ്ട. 1 അവർ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്, മിസ്സിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആണ്, പഠിക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ടെൻഷനെ നിങ്ങൾക്ക് അതിനെടുത്ത് കളയാം. നിങ്ങൾക്ക് ആ ക്ലാസ് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ഈ ഫെബ്രുവരി 10-ാം തീയതിക്ക് ശേഷം അക്കൗണ്ടൻസി ക്ലാസ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ലൈവ് ക്ലാസ് ആണ്, അത് പിന്നീട് റെക്കോർഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ജോയിൻ്റ് ആവാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി +2-ലും ഇതേ വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ +2-ലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്നും ഓർമ്മയില്ല മിസ് ചെയ്തില്ല. ഇതൊക്കെയാണ് പഠിക്കഴിഞ്ഞ് കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾ ടീച്ചേഴ്സ് മേ ബി ഫസ്റ്റ് പാർട്ടുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് എല്ലാത്തിൻ്റെയും തിരക്കിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല എങ്കിൽ മിസ് +2 ക്രാഷ് ബാച്ച് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, ബിസിനസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് മാത്സ്, ഇതൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് ബാച്ച്. ക്രാഷ് ബാച്ച് എല്ലാം പെർ സബ്ജക്റ്റ് 500 rupees ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ ഒരു വിഷയം മാത്രം മതിയെങ്കിൽ 500 പേയ്മെന്റ് നൽകി നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് നമുക്കൊരു 45+ ഡേയ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഇംപ്രൂവ്മെന്റ് ബാച്ച് 30 ഡേയ്സേ ഉള്ളൂ, പക്ഷേ ക്രാഷ് ബാച്ച് നമുക്കൊരു 45+ ഡേയ്സ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം വരെ കവറിങ് ആണ്. മോഡൽ എക്സാമിന്റെ ആൻസർ ഷീറ്റ് വരെ നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടേ നമ്മുടെ ക്രാഷ് കോഴ്സ് അവസാനിപ്പിക്കുള്ളൂ. ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും പ്രോബ്ലം വൈസ് ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് സ്പെഷ്യലി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ 500 rupees-നെ നിങ്ങൾക്കൊരു വെർത്ത് ആയിരിക്കും. 500 rupees-ൽ നിങ്ങൾക്കത് ഡെഫിനറ്റ് ആയിട്ടൊരു വെർത്ത് ആയിരിക്കും. നമ്മൾ സമയം കളയാനില്ല, ആക്ച്വലി സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു 10 ദിവസം കൂടി അഡ്മിഷൻ്റെ ഒരു ടൈം ഉള്ളൂ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന് ആവശ്യമുള്ളവരെ മിസ്സിൻ്റെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. 7907664613 എന്ന് പറഞ്ഞൊരു നമ്പറിലേക്ക് മിസ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടൻസിയുടെ ഇംപ്രൂവ്മെന്റ് ജനുവരി 10-നും +2-ന്റെ ക്രാഷ് ബാച്ച് ജനുവരി 15-നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. കാരണം എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് പ്രാക്ടിക്കൽസ് നടന്നാലും ഈ ഒരു ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 1 hour ആയിരിക്കും, നൈറ്റ് ആണ് ക്ലാസ്. അതിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് തുടങ്ങാം. മാക്സിമം ട്രൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ ക്രാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.